തിരുവനന്തപുരത്തെ ചരിത്ര വിജയത്തിൽ ബി.ജെ.പിയെ അഭിനന്ദിച്ച് ശശി തരൂർ MP. തലസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലെ ശ്രദ്ധേയമായ മാറ്റം എന്ന തരൂർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. LDF ദുർഭരണം അവസാനിപ്പിക്കുന്നതിനാണ് താൻ അടക്കമുള്ളവർ പ്രവർത്തിച്ചത്. എന്നാൽ വോട്ടർമാർ BJP-യാണ് തിരഞ്ഞെടുത്തത്. ഇതാണ് ജനാധിപത്യത്തിന്റെ ഭംഗിയെന്നും തരൂര്. വിശദാംശങ്ങളുമായി PR പ്രവീണയാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. പ്രവീണ, എല്ലാ തരത്തിലും വലിയ രീതിയിൽ പ്രസക്തി ആർജിക്കുന്ന ഒരു സമീപനമാണ് എപ്പോഴും ഇദ്ദേഹത്തിന്റെ തരൂരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും ചരിത്ര വിജയത്തിൽ BJP അഭിനന്ദിച്ചിരിക്കുകയാണ്. ആ കൂറും വീണ്ടും BJP-യിലേക്ക് തന്നെ പോകുന്നു തരൂരിന്റെ അഭിപ്രായങ്ങൾ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പരാമർശിക്കാൻ പറ്റുന്നത്. ഏത് നിലയ്ക്കായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ? അതിനെ കോൺഗ്രസ് എങ്ങനെ ഇനി മനസ്സിലാക്കും? BJP-യുടെ വൻ വിജയത്തിൽ അഭിനന്ദനം അറിയിച്ചാണ് ശശി തരൂർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടത്. പക്ഷേ അതിന് പിന്നാലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ PJ കുര്യൻ അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ കോൺഗ്രസ് വേണ്ടത്ര പ്രചരണം നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം കൂടി തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉൾപ്പെട്ട ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിനുമുണ്ട് ഉത്തരവാദിത്വം. അത് മറന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെ വളരെ വിചിത്രപരമായ കാര്യമാണ്. മാത്രമല്ല, ശശി തരൂർ എല്ലായ്പ്പോഴും ഇങ്ങനെ BJP അനുകൂല അല്ലെങ്കിൽ മോദി അനുകൂല നിലപാടുകൾ എടുക്കുന്നു എന്നുള്ള വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം ശശി തരൂർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പര്യടന പരിപാടികളിലാണ് തിരുവനന്തപുരത്ത് വീണ്ടും ശക്തമായി പാർട്ടിയിലേക്ക് മടങ്ങിയെത്തി സജീവമായത്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം ഒരു പോസ്റ്റ് കൂടി വരുന്നത്. എന്തായാലും ഇതിന്റെ നേതാക്കന്മാർ അങ്ങനെ പൂർണ്ണമായും തള്ളി നെഗറ്റീവാക്കി പറയാൻ ഇടയില്ല. പകരം ജയിച്ച വ്യക്തികളെ അല്ലെങ്കിൽ ജയിച്ച പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, അവരെ അംഗീകരിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ നിലപാടാണ്. ആ നിലപാടാണ് ശശി തരൂർ പിന്തുടരുന്നത് എന്ന് പറയാനാകും സ്ഥിതി. കാരണം കൂടുതൽ വെട്ടിലാക്കുന്ന പ്രസ്താവനകൾ നടത്തി ഈ ഒരു വിജയത്തിന്റെ മൂഡിൽ നിൽക്കുന്ന പാർട്ടിയെ ഏതെങ്കിലും തരത്തിൽ അങ്കലാപ്പിലാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആ മൂഡിൽ നിന്ന് മാറ്റാനോ നേതാക്കൾ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ അതിനൊപ്പം തന്നെ ചില മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ശരി പ്രവീണ, അത് മാത്രമാണ് തരൂരിന്റെ കാര്യത്തിലുള്ള ഓപ്ഷൻ എന്നുള്ളതാണ്. കാരണം കാലങ്ങളായി ഇത്തരം പരാമർശങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യമാണ് തരൂരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. മറ്റു നിവൃത്തിയൊന്നുമില്ല, തരൂർ അത് അവസാനിപ്പിക്കുന്നുമില്ല എന്നുള്ളതാണ്. പറയാനും സാധ്യതയില്ല ഈ ഘട്ടത്തിൽ. തീർച്ചയായും അത് തന്നെയാണ് പ്രവീണ തിരുവനന്തപുരത്ത് നിന്നും സൂചിപ്പിക്കുന്നത്.